ഈ അപ്പാനിഷറത്തിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഇപ്പോൾ രൂപീകരിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അഭിലാഷ്, അക്ബർ, ഷാനവാസ്, രഞ്ജിത്ത് ഇവരൊക്കെയാണ് ഒരു ടീം. ഇന്നലത്തെ എപ്പിസോഡിൽ നല്ല വൃത്തിക്ക് തന്നെ കാണിച്ചിട്ടുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിന്ന് വേറുള്ളവരെ ആക്രമിക്കുന്നത്. ആദ്യം അനുമോളെ വട്ടം കൂടി നിന്ന് ആക്രമിച്ചു. പറയാത്തൊരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ അനുമോള് വെറുതെ പഴിയും കേട്ടു. അത് ഷാനവാസിന്റെ ഒരു കുത്തിത്തിരിപ്പായിരുന്നു. അത് കഴിഞ്ഞ് ജിസേൽ അവരെ ആക്രമിക്കുന്നുണ്ട്. ജിസേൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുമാതിരി ഗുണ്ടകളെ പോലെ അഗ്രസീവ് ആയിട്ടാണ് പെരുമാറുന്നത് എന്ന്, നിങ്ങളൊരു ഗാങ്സ്റ്റർ ഗ്രൂപ്പാണ്, പെണ്ണുങ്ങളെ കരയിപ്പിക്കുന്നതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. പിന്നെ ഗുണ്ടിയ കോമഡി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജിസേലിന്റെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇന്നലെ കൊണ്ട് എന്തായാലും മാറി എന്നാണ് തോന്നുന്നത്. കാരണം ബിഗ് ബോസിന്റെ അത് സ്ട്രോങ് കണ്ടസ്റ്റൻസിനാണ് ഏറ്റവും അധികം ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും സ്ക്രീൻ സ്പേസും എല്ലാം കിട്ടുന്നത്. അതേപോലെ ഏറ്റവും അധികം ടാർഗറ്റിക്കും വരുന്നത് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനാണ്. അങ്ങനെ ഒരു ടാർഗറ്റ് ആയിട്ട് സഹമത്സരാർത്ഥികൾ കണ്ടാൽ തന്നെ ഗെയിമിന്റെ ഗ്രാഫ് മുകളിലോട്ടാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ ജിസേലിന്റെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എപ്പിസോഡിന്റെ അവസാനമൊക്കെ ജിസേലിനെ ടാർഗറ്റ് ആക്കി ആ ഒരു ടാസ്കിൽ പോലും എല്ലാവരും നോമിനേറ്റ് ചെയ്തു. അതിനർത്ഥം ജിസേൽ ഇസ് എ സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന് തന്നെയാണ്. ഏതോ 9 വോട്ടോ അങ്ങാണ്ടാണ് ജിസേലിന് ഇന്നലെ കിട്ടിയത് ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട്. എന്തൊരു ഷോ ആണല്ലേ ബിഗ് ബോസ്. വീക്ക് എന്ന് വിചാരിക്കുന്നവര് പോലും ശരിക്കും സ്ട്രോങ് ആയിരിക്കും. പേഴ്സ്പെക്റ്റീവ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും ഗെയിമിനനുസരിച്ച്, മത്സരാർത്ഥികൾ എങ്ങനെ കളിക്കുന്നു എന്നതിനനുസരിച്ച്. ഇന്നലത്തെ എപ്പിസോഡ് ജിസേൽ തൂക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഗുണ്ടി കോമഡി, പിന്നെ അനുമോളുമായിട്ടുണ്ടായ ആ ഒരു പ്രശ്നം, മറ്റേ ചൂലിന്റെ കേസ് പറഞ്ഞുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എപ്പിസോഡിനകത്ത് കാണാം. ഷാരികയെ അമ്മായിമ്മ എന്ന് വിളിച്ചൊരു കേസൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. പിന്നെ ലാസ്റ്റത്തെ യക്ഷിയപ്പോഴുള്ള ആ ഒരു നടത്തം, എല്ലാം കൊണ്ടും അതെ ബിഗ് ബോസിന് വേണ്ട ഒരുപാട് എലമെന്റ്സ് ജിസേലിന് ഉള്ളതായിട്ട് തോന്നുന്നു. ഒരു തവണ ഹിന്ദി സീസൺ 9 പങ്കെടുത്തതിനായിട്ടുള്ള എല്ലാം അറിയാനുണ്ട്. അത് തന്നെയാണ് ജിസേൽ ഈ സീസണിലും കാണിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും വളരെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.